my channel Papu's Kudka. Guys, welcome to my channel Papu's Kudkas. ഇന്നാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട വടയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. നമ്മുടെ ഈ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി അതിന്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ആദ്യം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെച്ചതാണ് ഞാനിത്. അത് നമ്മുടെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും. ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത് 3 ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഈ മിക്സിലേക്ക് നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതിൽ കടലമാവ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. ഇത് ആഡ് ചെയ്ത് കൊടുക്കും. 1 കപ്പിന്റെ പകുതി നമ്മൾ ആദ്യം കൊടുക്കും. ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ മിക്സിങ്ങിന് ഒരുപാട് വെള്ളമാവാൻ പാടില്ല. ഏകദേശം ഈ ഒരു കയ്യിൽ ഒട്ടുന്ന ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ശേഷം നമുക്ക് ഇതിനെ ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാവിലേക്ക് നമ്മൾ അധികം എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. കാരണം നമ്മൾ ഉള്ളിയിലെ നീര് കളയാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞപ്പോൾ ആ ഉപ്പ് തന്നെ മതി മാവിലേക്ക്. പിന്നെ അധികം ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ 2 കയ്യിൽ നല്ലോണം എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് ഈ മാവിനെ നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് എടുക്കാം. ഇങ്ങനെ പറ്റിയ ശേഷം ഞാനിവിടെ 2 എഗ്ഗാണ് ഇങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ എഗ്ഗിനെ എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് സ്റ്റഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കിങ്ങനെ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും എഗ്ഗിനെയും ഈ ഉള്ളിനെയും കൂടെ നമ്മൾ എല്ലാം സ്റ്റഫ് ചെയ്തെടുത്ത് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ നമ്മളിപ്പം എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാനിലെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇതിനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്.